റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായി ഒരു നിർണായക വ്യാപാര കരാറിൽ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടിരുന്നു. പാകിസ്ഥാനിലെ എണ്ണ പാടശേഖരങ്ങൾ വികസിപ്പിക്കാൻ US സഹായം നൽകുന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. എന്നാൽ ഇന്ത്യയേക്കാൾ വളരെ കുറഞ്ഞ എണ്ണശേഖരം മാത്രമുള്ള പാകിസ്ഥാനുമായി എണ്ണക്കരാർ ഒപ്പിട്ടത് ഇന്ത്യക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പിഴ ചുമത്തുമെന്നും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം. ഒരുപക്ഷെ ഒരു ദിവസം അവർ ഇന്ത്യക്ക് എണ്ണ വിൽക്കും, അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യയിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങളും തിരിച്ചുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് MP ആയിട്ടുള്ള ശശി തരൂർ ട്രംപിന്റെ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ പാകിസ്ഥാനിൽ എണ്ണയുണ്ട് എന്ന് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിരിക്കാം. അവർക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നാണ് തരൂർ പറഞ്ഞത്. വാസ്തവത്തിൽ പാകിസ്ഥാന്റെ കയ്യിൽ ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ മാത്രമുള്ള എണ്ണ ഉണ്ടോ എന്നുള്ളതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. വാസ്തവത്തിൽ പാകിസ്ഥാന്റെ എണ്ണശേഖരം വളരെ പരിമിതമാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം പാകിസ്ഥാനേക്കാൾ 10 മടങ്ങ് കൂടുതൽ എണ്ണശേഖരം ഇന്ത്യക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഈ കരാർ ഒരു വാണിജ്യപരമായ നീക്കത്തേക്കാൾ ഉപരി റഷ്യയുമായി സഹകരിക്കുന്ന ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ തന്ത്രമായാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം പാകിസ്ഥാനിലുണ്ട് എന്ന് പറയപ്പെടുന്ന വലിയ എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് US നൽകുന്ന പിന്തുണ എന്തൊക്കെ പറഞ്ഞാലും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് ഒരു കൈത്താങ്ങ് തന്നെയാണ്. ആഴക്കടൽ ഖനന സാങ്കേതിക വിദ്യ പാകിസ്ഥാന് ഇല്ലാത്തതിനാൽ അമേരിക്കയുടെ സഹായം പാകിസ്ഥാന് ഒരു വലിയ മുന്നേറ്റമായിരിക്കും സമ്മാനിക്കുക എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അമേരിക്കയ്ക്ക് എന്താണ് നേട്ടം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വ്യാപാര കരാർ മാത്രമായിരിക്കാനാകില്ല. റഷ്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം. വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാകണം എന്ന ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദ തന്ത്രം കൂടിയാണ് ഇത്. ട്രംപ് താരിഫ് പ്രഖ്യാപനങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ US കൂടിക്കാഴ്ച നടത്തുന്നത്. താരിഫ് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ അന്ന് US നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി ഇന്ത്യ തലയാട്ടി സ്വീകരിച്ചതുമാണ്. പക്ഷേ ഇന്ത്യയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ തുടരുകയാണ്. ട്രംപിനെ ചൊടിപ്പിക്കാൻ മറ്റെന്ത് വേണം? വൈറ്റ് ഹൗസിലേക്കുള്ള ട്രംപിന്റെ രണ്ടാം വരവിൽ US-പാക് ബന്ധത്തിലും നാടകീയമെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ലാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രകടമാണ്. ഇന്ത്യ-പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടുവെന്നും യുദ്ധത്തെ താനാണ് തടഞ്ഞത് എന്നുമുള്ള ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദം ഇന്ത്യയെ ഫ്രണ്ടായി നിലനിർത്തിക്കൊണ്ടു തന്നെ പാകിസ്ഥാനിലെ സിവിലിയൻ പട്ടാള നേതാക്കൾക്ക് US വിരുന്നൊരുക്കുന്നതും അവരുമായി ഉഭയകക്ഷി ചർച്ചകളിൽ ഏർപ്പെടുന്നതുമെല്ലാം ട്രംപ് എന്തൊക്കെയോ ലക്ഷ്യമിടുന്നുണ്ട് എന്നതിൻ്റെ ശക്തമായ സൂചന തന്നെയാണ്. ഇറാനുമായി US വലിയ നയതന്ത്ര ബന്ധമില്ല, പക്ഷേ പാകിസ്ഥാനുണ്ട്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇളവ് വരുത്താൻ പ്രത്യേകിച്ച് ഇസ്രയേലുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം തുടരുമ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള പാലമായി പാകിസ്ഥാനെ ട്രംപിന് ഉപയോഗിക്കാനാകുമെന്ന് നിരീക്ഷിക്കുന്നവർ കുറവല്ല. 900 കിലോമീറ്റർ അതിർത്തിയാണ് ഇറാനുമായി പാകിസ്ഥാൻ പങ്കിടുന്നത്. പ്രദേശത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് അതിനാൽ പാകിസ്ഥാന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നാണ് സൂചന. വൈറ്റ് ഹൗസിൽ ജൂണിൽ നൽകിയ വിരുന്നിൽ പങ്കെടുക്കവേ ഇസ്രയേലിനെ കൈയഴിഞ്ഞ് സഹായിക്കുന്നത് ഒഴിവാക്കണമെന്ന് പാക് സൈനിക മേധാവി അസീം മുനീർ ട്രംപിനോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏതായാലും മധ്യപൂർവേഷ്യയിലെ പ്രശ്നപരിഹാരത്തിന് പാകിസ്ഥാനെ ട്രംപ് ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് അഭ്യൂഹങ്ങളല്ലാതെ പ്രകടമായ തെളിവുകളൊന്നുമില്ല.